ജമ്മു കാശ്മീർ ഇന്ത്യയുടെ വടക്കുവശത്ത് ഹിമാലയൻ പർവ്വതനിരകളിലും താഴ്വരകളിലുമായി വ്യാപിച്ചു കിടക്കുന്ന കേന്ദ്രഭരണ പ്രദേശം. പടിഞ്ഞാറ് പാകിസ്ഥാൻ, കിഴക്ക് ലഡാക്ക്, തെക്ക് ഹിമാചൽ പ്രദേശ്, വടക്ക് ചൈന എന്നിവയാണ് ജമ്മു കാശ്മീരിൻ്റെ അതിരുകൾ. വേനൽക്കാലത്ത് ശ്രീനഗറും മഞ്ഞുകാലത്ത് ജമ്മുവുമാണ് തലസ്ഥാനം. മനോഹരങ്ങളായ മഞ്ഞുമലകളും താഴ്വരകളും തടാകങ്ങളും കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രകൃതിരമണീയമായ പ്രദേശമാണ് ജമ്മു കാശ്മീർ. ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്ത് സ്വതന്ത്രമായി നിന്ന പ്രദേശമാണ് കാശ്മീർ. പിന്നാലെ പാകിസ്ഥാൻ കാശ്മീരിൽ സൈനിക മുന്നേറ്റം നടത്തി. കാശ്മീർ മഹാരാജാവ് ഹരിസിംഗ് ഇന്ത്യയുടെ സഹായം തേടുകയും ഇന്ത്യയിൽ ലയിക്കാൻ സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ മാത്രമാണ് ഇന്ത്യൻ സൈന്യം കാശ്മീരിൽ പ്രവേശിച്ചതും പാകിസ്ഥാനുമായി യുദ്ധം ചെയ്തതും. അന്ന് പാകിസ്ഥാൻ പിടിച്ചെടുത്ത പ്രദേശം പാക് അധിനിവേശ കാശ്മീർ എന്ന് അറിയപ്പെടുന്നു. പാകിസ്ഥാൻ ഇന്ത്യയുമായി 1947, 1965 എന്നീ വർഷങ്ങളിൽ യുദ്ധം ചെയ്യുകയും പരാജയപ്പെടുകയും ചെയ്തു. 1985 സിയാച്ചിനിൽ നുഴഞ്ഞുകയറ്റം നടത്തിയ പാകിസ്ഥാനെ ഇന്ത്യൻ സൈന്യം പ്രതിരോധിച്ചു. 1999 കാർഗിലിൽ നുഴഞ്ഞുകയറിയ പാകിസ്ഥാനുമായി ഇന്ത്യ യുദ്ധം ചെയ്യുകയും പരാജയപ്പെടുത്തുകയും ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370 പ്രകാരം ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി ലഭിച്ചിരുന്നു. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സ്വന്തം ഭരണഘടന, പതാക, ഭരണപരമായ സ്വയംഭരണം എന്നിവ ഉണ്ടായിരുന്നു. ആർട്ടിക്കിൾ 35A പ്രകാരം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് ജമ്മു കാശ്മീർ പ്രദേശത്ത് ഭൂമിയോ സ്വത്തോ വാങ്ങാൻ അനുവാദം ഇല്ലായിരുന്നു. 2019 ഓഗസ്റ്റിൽ ഇന്ത്യൻ പാർലമെൻറ്റ് ആർട്ടിക്കിൾ 370 റദ്ദാക്കാനുള്ള പ്രമേയം പാസാക്കി. ആർട്ടിക്കിൾ 35A നിർത്തലാക്കി. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി സംസ്ഥാനത്തെ പുനഃസംഘടിപ്പിക്കുന്ന നിയമം 2019 ഒക്ടോബർ 31 മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് കാശ്മീർ താഴ്വര. ശ്രീനഗർ, മുഗൾ ഗാർഡൻ, ഗുൽമാർഗ്, പഹൽഗാം എന്നിവയാണ് ജമ്മു കാശ്മീരിലെ ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. എല്ലാ വർഷവും ആയിരക്കണക്കിന് തീർത്ഥാടകർ വൈഷ്ണോ ദേവി, അമർനാഥ് എന്നീ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നു. പഹൽഗാം ഭീകരാക്രമണം കാശ്മീരിലെ സ്ഥിതിഗതികൾ മോശമാക്കി. സിന്ധു നദീ ജലകരാർ റദ്ദാക്കിയ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂരിലൂടെ ഭീകരകേന്ദ്രങ്ങൾ തകർത്തു. ഇന്ത്യയുടെ ശക്തമായ നടപടികളിലൂടെ കാശ്മീർ വീണ്ടും സാധാരണ സ്ഥിതിയിലേക്ക് മടങ്ങി വരികയാണ്. നിലവിലെ എല്ലാ അരക്ഷിതാവസ്ഥയും മാറി ഭൂമിയിലെ സ്വർഗം എന്നും ശാന്തസുന്ദരമായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.